നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായ ചലനങ്ങളെ ഗണിതശാസ്ത്രപരമായും ആത്മീയമായും സമന്വയിപ്പിച്ച മഹത്തായ ശാസ്ത്രമാണ് ജ്യോതിഷമെന്ന് പറയുന്നത്. വരാഹമിഹിരാചാര്യൻ്റെ ബൃഹത് ജാതകവും മാധവാചാര്യൻ്റെ പ്രശ്നമാർഗവും ലഗ്നചന്ദ്രാദി വിന്യാസങ്ങളെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഭാരതീയ ദൃശ്യഘടന പ്രകാരം നാളെ 2026 ജൂലൈ മാസം 13 മിഥുന മാസം 29 തിങ്കളാഴ്ച ദിവസമാണ്. നാളെ പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ പോകുന്ന ഊർജ വ്യതിയാനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കേവലം ഉപരിപ്ലവമായ രാശിഫലങ്ങൾക്കപ്പുറമായിട്ട് പ്രപഞ്ചത്തിലെ കാന്തിക തരംഗങ്ങൾക്ക് മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തെയും ബുദ്ധിയെയും എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്ന് ഗ്രന്ഥപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ പഞ്ചാംഗ ഘടകങ്ങളെ സൂക്ഷ്മതലത്തിൽ വിശകലനം ചെയ്യുമ്പോൾ നാളെ ഒരു വിപരീത ഊർജ സംഗമ വേദിയാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ചന്ദ്രാധിപത്യമുള്ള സോമവാരം, അതായത് തിങ്കളാഴ്ചയാണ് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതലായിട്ടുള്ള ദിവസമാണ് നാളെ തിങ്കളാഴ്ച. ഇനി കൃഷ്ണപക്ഷ ചതുർദശി കഴിഞ്ഞ് ചന്ദ്രൻ പൂർണ്ണമായും ക്ഷയിക്കുന്ന അമാവാസി, അതായത് കറുത്തവാവ് തിഥിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ചന്ദ്രമാ മനസ്സോ ജാതഃ എന്നാണ്. അതായത് ഈ പ്രമാണപ്രകാരം നമ്മൾ മനസ്സിൻ്റെ ശക്തി ക്ഷയിക്കുകയും ഉപബോധ മനസ്സ് ഉണരുകയും ചെയ്യുന്നതായ ഒരു സമയം, അല്ലെങ്കിൽ നാളത്തെ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയായിരിക്കും. അതായത് പ്രപഞ്ചവീതിയിൽ നാളെ രാഹുവിൻ്റെ ആധിപത്യമുള്ള തിരുവാതിര നക്ഷത്രമാണ് ശോഭിച്ചു നിൽക്കുന്നത്. അപ്പോൾ മിഥുനരാശിയുടെ 6 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 20 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ഒരു നക്ഷത്ര മണ്ഡലം. അപ്പോൾ നാളെ ധ്രുവനാമ യോഗവും ശകുനി കരണവും കൂടിയാണ്. അപ്പോൾ മഹാദേവൻ, അതായത് സാക്ഷാൽ രുദ്രനാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ അതിദേവത. അപ്പോൾ സംഹാരത്തിൻ്റെയും പുനഃസൃഷ്ടിയുടെയും പ്രതീകമായ ഭഗവാൻ രുദ്രനും മനസ്സ് ശൂന്യമാക്കുന്ന അമാവാസിയും കൂടി ഒത്തുചേരുന്ന ഒരു ദിനമാണ്. അപ്പോൾ ഇത് ഒത്തുചേരുമ്പോൾ നമ്മൾ ഈ അധിവസിക്കുന്ന പ്രകൃതിയിൽ ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയ നാളത്തെ ദിവസം നടക്കുന്നുണ്ട് എന്നത് ആദ്യം നിങ്ങളങ്ങോട്ട് മനസ്സിലാക്കുക. ഇനി ഈ ഗ്രഹവിന്യാസം ഭൂമിയിൽ എങ്ങനെയാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അതായത് മിഥുനരാശിയിൽ ബുധൻ്റെ മണ്ഡലത്തിലാണ് ചന്ദ്രനും രാഹുവിൻ്റെ നക്ഷത്രവും നാളത്തെ ദിവസം വരുന്നത്. അപ്പോൾ ബുധൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബുദ്ധിയുടെ വിവേകത്തിൻ്റെ കാരകനാണ്. രാഹുവോ ഭ്രമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, ഉള്ളതിനെ ഇല്ലാതെ അല്ലെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതാക്കി കാണിക്കുന്ന, ഒരു മരീചിക സൃഷ്ടിക്കുന്ന, ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന വിപ്ലവകാരകനായ ഒരു ഗ്രഹം കൂടിയാകുന്നുണ്ട് രാഹു. അപ്പോൾ ചന്ദ്രൻ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയിലെ ജീവജാലങ്ങളിൽ വൈകാരികമായ ഒരു കതറിസിസ് അഥവാ ഒരു വൈകാരിക ശുദ്ധീകരണം നാളത്തെ ദിവസം സംഭവിക്കുന്ന ഒരു സുദിനം കൂടിയാണ്. അപ്പോൾ ഭൂമിയുടെ ഈ കാന്തിക വലയത്തിൽ നാളെ ഗുരുത്വാകർഷണ വ്യതിയാനങ്ങൾ അനുഭവപ്പെടാം. കൂടാതെ നമ്മൾ മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തെ ഇത് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിന്തകളിൽ പെട്ടെന്നൊരു ഉത്കണ്ഠ ഉണ്ടാകുക, അതല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുക. അതാണ് ഞാൻ മുൻപ് ഒരു മരീചിക എന്ന് പറഞ്ഞതുപോലൊരു ഉൾക്കാഴ്ച ഉണ്ടാകുക, ഉള്ളത് ഇല്ലാത്തതായി ഇല്ലാത്തതുള്ളതായൊക്കെ തോന്നുക, പ്രകൃതിയിൽ വായുകോപത്തിനോ അതല്ലെങ്കിൽ അന്തരീക്ഷ വ്യതിയാനങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ടാവുക. ഈ തീക്ഷ്ണമായ ഊർജ്ജത്തെ ആർജവത്തോടെ നേരിടാൻ സാധിക്കുക മാത്രമായിരിക്കും നാളെ വിജയമുണ്ടാക്കാനായിട്ട് ഉള്ള ഏക മാർഗം. അപ്പോൾ നമ്മൾ അത് വിജയമുണ്ടാക്കാനായിട്ട് എങ്ങനെ നമ്മളിലേക്ക് സ്വീകരിക്കണം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഗൃഹമാറ്റങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രവൃത്തി നമ്മൾ ശുദ്ധിയോടുകൂടി ചെയ്യുക, പ്രാർത്ഥനയും ശുദ്ധിയോടുകൂടി ചെയ്താൽ മാത്രമേ ഓരോ ദിവസത്തെയും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ഈ ഗോചര സഞ്ചാരം ചില സവിശേഷ നക്ഷത്ര ജാതർക്ക് അനുകൂലമായ ധനയോഗങ്ങളും കർമ്മസിദ്ധികളും പ്രദാനം ചെയ്യുന്ന ഒരു സുദിനം തന്നെയാണ് നാളെ. ഗ്രന്ഥങ്ങളിലെ സൂക്ഷ്മമായ നക്ഷത്ര സിദ്ധാന്തങ്ങൾ അനുസരിച്ച് ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നാളെ അത്യപൂർവമായ ഗുണാനുഭവങ്ങൾ ഒക്കെയും ഉണ്ടാകുന്ന ഒരു സുദിനമായിരിക്കും. അതിൽ ആദ്യത്തേത് മകയിര നക്ഷത്രം തന്നെയാണ്. അതായത് കുജൻ, നമ്മുടെ ചൊവ്വയുടെ നക്ഷത്രമായ മകയിരത്തിൻ്റെ 4ാം പാദക്കാർക്ക് നാളെ രാശിനാഥനായ ബുധൻ്റെയും അതേപോലെ ചന്ദ്രൻ്റെയും അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടമൊക്കെ വന്നു ചേരും. ഇനി ധനകാരക ഗ്രഹങ്ങളുടെ ശുഭദൃഷ്ടി നിങ്ങളുടെ മേൽ നാളത്തെ ദിവസം പതിയുന്നതിനാൽ ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം കൊയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായ ഒരു ദിവസം തന്നെയാണ്. രണ്ടാമതിനി വരുന്നത് പുണർദം നക്ഷത്രമാണ്. അതായത് വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ്, ഗുരുവിൻ്റെ നക്ഷത്രമാണ് പുണർദം. അപ്പോൾ നാളെ ജ്ഞാനസിദ്ധിയും മാനസികമായിട്ടൊരു ശാന്തത, സമാധാനം ഒക്കെയും തോന്നുന്ന ഒരു റിലാക്സേഷൻ
ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ റിലാക്സ് ആവുന്നതായ ഒരു ദിവസമായിരിക്കും. മിഥുനൻ രാശിയിലെ ബുധചന്ദ്ര യോഗം നിങ്ങൾക്ക് മികച്ച ആശയവിനിമയ പാടവം, ആശയവിനിമയ ശേഷിയൊക്കെ നൽകുന്നതിനാൽ തന്നെ നാളത്തെ ദിവസം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കൃത്യമായി കാര്യങ്ങളെ കൺവേ ചെയ്യാനായിട്ട് സാധിക്കും. തർക്കങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വിജയ സുനിശ്ചിതമാണ്. അപ്പോൾ ലോയറായിട്ട് അല്ലെങ്കിൽ വക്കീലായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് നാളത്തെ ദിവസം കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു ഫലിപ്പിച്ച് കേസ് വിജയിപ്പിച്ചെടുക്കാനൊക്കെ സാധിക്കുകയും ചെയ്യുന്നതായ ഒരു സുദിനം. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു അപ്രതീക്ഷിത പുരോഗതിയൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അധികാര പ്രാപ്തിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അധികാരം എന്ന് പറയുന്ന പദവികൾ ലഭിക്കും. നാളത്തെ ദിവസം ഏതെങ്കിലും എക്സാമുകൾ എഴുതുന്നു, ഇൻ്റർവ്യൂ എഴുതുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ലിസ്റ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നാളത്തെ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിലും അധികാര പദവികൾ കയ്യിൽ വന്നു ചേരുന്നതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. രാഷ്ട്രീയ ഭരണ രംഗത്തുള്ളവർക്കും ഒരു സുവർണ അവസരം അല്ലെങ്കിൽ സുവർണമായ ഒരു ദിവസം തന്നെയായിരിക്കും നാളെ വന്നു ചേരാൻ പോകുന്നത്. ഇനി കുംഭം രാശിയിൽ വരുന്ന ചതയം നക്ഷത്രക്കാർക്ക് നാളെ ശത്രുഹാനിയും രോഗമുക്തിയും പ്രവചിക്കപ്പെടുന്ന ഒരു ദിവസം തന്നെയാണ്. അതായത് രാഹുവിൻ്റെ തീക്ഷ്ണമായ ഒരു പോസിറ്റീവ് ഊർജ്ജം നിങ്ങളിലേക്ക് വരാൻ നാളത്തെ ദിവസം വളരെയധികം സഹായിക്കും. അപ്പോൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശത്രു നിങ്ങളിലേക്ക് വന്നാൽ ആ ശത്രുവിന് ഹാനി ഉണ്ടാകും, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാത്തതായ ഒരു ദിവസമാണ്. ഇനി IT മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അത്യപൂർവമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റുകൾ ഏതെങ്കിലുമൊക്കെ ശാസ്ത്രീയമായ പ്രോജക്റ്റുകളൊക്കെ സമർപ്പിക്കാൻ കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നാളത്തെ ദിവസം ചതയർ നക്ഷത്രക്കാർക്ക് ഏറ്റവും സുന്ദരവും സമാധാനപരമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു സുദിനം തന്നെയായിരിക്കും. ഇനിയാണ് നമ്മൾ ഈ അധ്യായത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗത്തിലേക്ക് പോകുന്നത്. അതായത് ശാസ്ത്രം പറയുന്നൊരു കാര്യമുണ്ട്, ഭാഗ്യം എന്നത് അശ്രദ്ധയ്ക്കുള്ള ലൈസൻസ് അല്ല എന്ന് പറയുന്നുണ്ട്. കാരണം നാളത്തെ നക്ഷത്രനാഥനായ രാഹു ഭ്രമം സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമാണെന്ന് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഭാഗ്യമുണ്ട് എന്ന് പറയുന്നവരാണെങ്കിൽ പോലും നാളത്തെ ദിവസം ചെറിയ ചില വീഴ്ചകൾ വന്നു പോയാൽ ആ ഭാഗ്യം അപ്പാടെ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഈ പറഞ്ഞ നക്ഷത്രക്കാർ ധനാഗമനം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും അതിലോഭം വിനയാകും. അതായത് ഒരുപാട് ചിലവുകൾ, ലോണുകൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജാമ്യം നിൽക്കണം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ആളുകൾ സമീപിക്കാനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ തന്നെ അതിൽ നിന്നൊക്കെ നാളെ കഴിവതും ഒഴിവാകേണ്ടതാണ് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യം അനുകൂലമായി വരണമെങ്കിൽ. കാരണം ഒരു സെക്കൻഡ് മതി നിങ്ങളിലേക്ക് എത്തേണ്ട ഭാഗ്യത്തിന് രാഹു ഭ്രമം കാണിച്ച് നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട്. അതേപോലെ തന്നെ വ്യാഴത്തിൻ്റെ ജ്ഞാനം അഹംഭാവമായി മാറാതിരിക്കാൻ പുണർന്ന നക്ഷത്രക്കാർ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് അനാവശ്യമായി ഇടിച്ചു കയറി അഭിപ്രായം പറയുന്നത് വഴി അപവാദം കേൾക്കാൻ സാധ്യതയുള്ളതിനാൽ ആ കാര്യങ്ങളിൽ പോകാതിരിക്കാൻ ശ്രമിക്കണം. അതേപോലെ നാളത്തെ ദിവസം തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള തോന്നലുകൾ ചിലപ്പോൾ വന്നു ചേരാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രധാന പോയിന്റുകളിൽ സൈൻ ചെയ്യണമെങ്കിൽ പോലും കൃത്യമായി വായിച്ചു നോക്കുക. അതല്ലെങ്കിൽ നാളത്തെ ദിവസത്തിൽ നിന്ന് ഒഴിവാക്കുക. നാളെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒന്ന് മാറി നിന്നിട്ട് പിറ്റേ ദിവസം സൈൻ ചെയ്യുന്നതായിരിക്കും ഉത്തമം. അതേപോലെ എന്തെങ്കിലും പ്ലാനുകൾ മനസ്സിലുണ്ടെങ്കിൽ പോലും നാളെ അത് രഹസ്യമായി, പ്രപഞ്ചത്തിനോട് പോലും രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ്. ഇരുചെവി അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വെക്കുക, പുറത്തേക്ക് അത് മന്ത്രിക്കുക പോലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ദിവസമാണ്. ദൃഷ്ടിദോഷം നാളത്തെ ദിവസം നിങ്ങളിൽ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഒരു പ്രധാന കാര്യങ്ങളും ആരുമായി നാളത്തെ ദിവസം പങ്കുവയ്ക്കുവാൻ നിങ്ങൾ പാടില്ല, പ്രത്യേകിച്ച് ചതയം നക്ഷത്രക്കാർ. പൊതുവായിട്ട് ചിന്തിച്ച് നോക്കിയാൽ നാളെ ചന്ദ്രൻ ക്ഷയിക്കുന്ന അമാവാസി തിഥിയും അതേപോലെ ഭഗവാൻ രുദ്രൻ്റെ നക്ഷത്രവും ആയതിനാൽ തന്നെ ലൗകികമായ ആഡംബര തുടക്കത്തിന് എന്തെങ്കിലും ശുഭകരമായ ഒരു ദിവസമായിട്ട് കാണുന്നില്ല. എന്നാൽ ഒരു ആത്മീയമായിട്ട് പ്രാർത്ഥന കർമ്മങ്ങൾ അങ്ങനെയുള്ളൊരു ഉണർവിന്, പിതൃതർപ്പണത്തിന്, അതേപോലെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനൊക്കെ ഏറ്റവും അധികം ഉത്തമമായൊരു ദിവസമാണ്. മറ്റുള്ള ആഡംബര കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുക, അല്ലെങ്കിൽ ഒരു പുതിയ നമ്മളുമായി ബന്ധപ്പെട്ട മറ്റു ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അത്ര അനുകൂലമായ ദിവസമല്ല. പക്ഷേ ക്ഷേത്ര ദർശനം നടത്താം, പിതൃക്കൾക്ക് കർമ്മം ചെയ്യാനൊക്കെ വളരെയധികം അനുകൂലമായ ഒരു ദിവസമായിട്ട് നാളെ കാണുന്നുണ്ട്. നാളെ മനസ്സിന് അല്പം വിഷമങ്ങളൊക്കെ കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. അതായത് എത്ര ഈസി ആയിട്ട് മനസ്സിനെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ നാളെ ചില കാര്യങ്ങളെ ഓർത്ത് ഒരിക്കലും തോന്നാത്തതായ ചില വിഷമങ്ങൾ, അതായത് രാഹു മനസ്സിനെ നമ്മളെ ഇട്ടൊന്ന് ട്രബിളിലാക്കുകയാണ്. അത് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നാളെ മനസ്സിനെ ഒന്ന് സമാധാനമാക്കിയെടുക്കാൻ ശിവക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്, രുദ്രാഭിഷേകം നടത്താവുന്നതാണ്. അതായത് പ്രപഞ്ചത്തിൻ്റെ കാലഗണനയെ മാനിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി ഏതൊരാളാകട്ടെ ഒരിക്കലും അദ്ദേഹത്തിന് പരാജയം ഉണ്ടാവുകയില്ല എന്നതാണ്
ദൈവശാസ്ത്രം അല്ലെങ്കിൽ ദൈവികമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ശാസ്ത്രീയ ജ്യോതിഷ വിശകലനം നിങ്ങളുടെ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.